ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു ബീഫ് ബിരിയാണി ആട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റോട് കൂടിയ ഒരു വെറൈറ്റി ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെ ബീഫൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്തിട്ട് അതിന് ശേഷം കുറച്ച് സവാളയും ചെറിയ ഉള്ളിയും എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളൊരു ബ്രൗൺ കളർ വരുന്ന വരെ വഴറ്റിയെടുക്കണം. എന്നാലുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഉള്ളി ഒന്ന് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്തിട്ടുള്ള ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബലിപെരുന്നാളിന് കിട്ടുന്ന ബീഫ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരുപാട് അങ്ങ് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് നല്ല പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. തക്കാളി നന്നായിട്ട് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച ഉള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2024 അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത്രയും ടേസ്റ്റാണ്. ഒരിക്കൽ ഉണ്ടാക്കി നമ്മൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി മസാല, അതുപോലെ മല്ലിച്ചപ്പും പുതിനയിലയും ഒക്കെ നരച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളും അരച്ചതാണ്. തക്കാളി മാത്രമേ അരക്കാത്തുള്ളൂ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2 ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ആയതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. വെന്തതാണെങ്കിലും നമ്മൾ മസാലയൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ആയി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അരി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും അതുപോലെ വയനയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്, നമ്മൾ ഓയിലെണ്ണ ചേർത്തിട്ടില്ല. 1.5 കിലോ അരിയാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഓരോ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വീതം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കാൻ. തിളച്ചതിന് ശേഷം പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. പിന്നെ അതെല്ലാം നേരായിട്ടുണ്ട്. അടിപൊളി നെയ്ച്ചോറ് പോലെ വെച്ചിട്ട് പിന്നെ നമ്മളതിലേക്ക് ബീഫും ഇതൊക്കെ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുക. നെയ്ച്ചോറൊക്കെ ആയതിനു ശേഷം നമ്മളതിലേക്ക് മിൽമ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അങ്ങനെ നമ്മളെ വിറകടുപ്പിലെ തീയൊക്കെ ഒന്ന് കോരി നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട്. മഴയായത് കാരണം കുറച്ച് ഇങ്ങനെയൊക്കെ ഉണക്കി എടുക്കാറുണ്ട് കേട്ടോ ഞാൻ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളെ ചോറൊക്കെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അത് കമൻറ്റ് ചെയ്യുക, എങ്ങനെ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ ശരിയായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചിക്കൻ മസാല ആക്കി വെച്ചിരുന്നു കേട്ടോ, അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല സ്മെല്ലോടുകൂടി തന്നെ നമ്മളെ ചിക്കൻ ഇങ്ങനെ പൊരിഞ്ഞ് വരുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് വത്തക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ട്, അതുകൂടെ ഒന്ന് എടുത്ത് ജ്യൂസ് അടിച്ച് വെക്കുന്നുണ്ട്. ചെറിയ പീസാക്കി മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് പാലും പഞ്ചസാരയും കൂടി നന്നായി ഒന്ന് അടിച്ചെടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഈ വത്തക്ക ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് ഇന്നും നാളെയൊക്കെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ച് കുടിക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ. നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് കുടിക്കണമല്ലോ, അങ്ങനെയൊന്നുമില്ല, അത് നല്ല ടേസ്റ്റാണ്. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം കേട്ടോ, പെട്ടെന്ന് കൊടുക്കാനൊക്കെ. ഇന്നത്തെ പെരുന്നാൾ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.